ഹൈലൈറ്റ് മാളിലെ ബർഗർ ഷോപ്പിലെ അടുക്കളയിൽ തീപിടിച്ചു. അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന എണ്ണയ്ക്കാണ് തീപിടിച്ചത്. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തി നശിച്ചു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. തൃശൂരിൽ നിന്ന് ഓറഞ്ച് അലർട്ട്. കണ്ണൂരും കാസർഗോഡും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കെനിയ ബസ് അപകടത്തിൽ മരിച്ച പ്രവാസികളായ 5 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കൊച്ചിയിലെത്തിക്കും. മരിച്ച ജസ്നയുടെയും മകൾ റൂഹി മെഹറിന്റെയും മൃതദേഹം വെങ്കിടങ്ങിലുള്ള ഭർത്തൃ വീട്ടിലേക്ക് എത്തിച്ച ശേഷം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകും. കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ഗായത്രി പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്നതിനെ അടുത്താണ് കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിന്റെ നിർമ്മാണം. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിലെ ബർഗർ ഷോപ്പിലെ അടുക്കളയിൽ തീപിടുത്തം. അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന എണ്ണയ്ക്കാണ് തീപിടിച്ചത്. ആളപായമില്ല. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ചെറുതുരുത്തി സെന്ററിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തി നശിച്ചു. പാഞ്ഞാൾ സ്വദേശി സുബ്രഹ്മണ്യന്റെ സ്കൂട്ടറാണ് കത്തി നശിച്ചത്. പുക ഉയരുന്നത് കണ്ട് ബൈക്ക് നിർത്തി ഇറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീയണച്ചു. ചെറുതുരുത്തി പോലീസും സ്ഥലത്ത് എത്തിയിരുന്നു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. തൃശൂർ ഉൾപ്പെടെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തൃശൂരിൽ നാളെയും ഓറഞ്ച് അലർട്ടാണ്. കെനിയയിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച പ്രവാസികളായ 5 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കൊച്ചിയിലെത്തിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന, മകൾ റൂഹി മെഹറിൻ എന്നിവരുടെ മൃതദേഹങ്ങൾ ഭർത്തൃവീടായ വെങ്കിടങ്ങിൽ എത്തിച്ച ശേഷം പിന്നീട് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകും. അപകടത്തിൽ പരിക്കേറ്റ മുഹമ്മദും നാട്ടിലെത്തും. ഇതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജനപ്രതിനിധികൾ അറിയിച്ചു. ഇന്നലെയായിരുന്നു മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനായി നെയ്റോബി അധികൃതരുടെയും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അധികൃതരുടെയും അനുമതി ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിച്ചത്. പാവറട്ടി കോഴിത്തോട് വൃത്തിയാക്കാത്തതുമൂലം പ്രദേശവാസികൾ ദുരിതത്തിൽ. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താത്തതുമൂലം പുല്ലും പാഴ്മരങ്ങളും മാലിന്യങ്ങളും നിറഞ്ഞ് സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. കോഴിത്തോട് ഇതേ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. പ്രദേശവാസികളായ സാംസൺ ചിരിയങ്കണ്ടത്ത്, OM ഫ്രാൻസിസ്, KA അർജുനൻ, AA ലിൻഡൻ, PM റോയ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ഗായത്രി പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്നതിനെ അടുത്താണ് കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിന്റെ നിർമ്മാണം. കൊണ്ടാഴി പഞ്ചായത്തിലെ കൊണ്ടാഴി വില്ലേജിനെയും തിരുവില്ലാമല പഞ്ചായത്തിലെ കണിയാർക്കോട് വില്ലേജിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഗായത്രി പുഴയ്ക്ക് കുറുകെയാണ് പാലം വരുന്നത്. കിഫ്ബി പദ്ധതിയിൽ സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ 33.14 കോടി രൂപയാണ് അനുവദിച്ചത്. ആകെ 3 പാലങ്ങളാണ് പദ്ധതിയിലുള്ളത്. 194 മീറ്റർ നീളമുള്ള പാടത്തിന് മുകളിലുള്ള പാലത്തിന്റെയും മൈനർ കനാൽ പാലത്തിന്റെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചു. കൈത്തറി ഗ്രാമം എന്നറിയപ്പെടുന്ന കുത്താമ്പുള്ളിക്കാരുടെ സ്വപ്ന പദ്ധതിയായ പാലം 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. നവീകരിച്ച് മാസങ്ങൾക്കുള്ളിൽ തകർന്ന പാഴായി പാറമേൽപ്പടി മായന്നൂർ റോഡിൽ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കായാമ്പൂവം മുതൽ മായന്നൂർ വരെയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ PWD നടത്തിയത്. ഇപ്പോൾ പാറമേൽപ്പടിയിൽ നിന്നും മായന്നൂർ ഭാഗത്തേക്കുള്ള പ്രധാന പാതയിൽ പലയിടങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി റോഡ് തകർന്നിരിക്കുകയാണ്. മായന്നൂർ കാവുവട്ടം പരിസരത്താണ് പ്രധാനമായും റോഡിൽ കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്ന് വെള്ളം പാഴാകുന്നത്. നിലവിലെ സ്ഥിതിയിൽ വാഹനയാത്രക്കാർക്ക് അപകട സാധ്യത ഏറെയാണ്. മായന്നൂർ ഭാഗത്തൂടെ റോഡിൽ കൂടെ പോകാൻ പറ്റില്ല, വണ്ടി ഓടിച്ച് പോകാൻ പറ്റില്ല. 24 മണിക്കൂർ ഈ പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. എത്ര മാത്രം വെള്ളം പോകണമെന്ന് അറിയോ? നമുക്ക് കാണുമ്പോൾ സങ്കടം വരിക. കാരണം 1 മീറ്റർ വിട്ട് അപ്പുറത്ത് പൊട്ടി. ഈ പൈപ്പ് നേരാക്കുന്നത് ശരിയാവുന്നില്ല.
അതിന് ഈ പഞ്ചായത്ത് നടപടി എടുക്കണമെന്ന് പറയുള്ളൂ. നമുക്ക് പതിറ്റാണ്ടുകളോളം കാത്തിരുന്നിട്ടാണ് ഒരു നല്ല റോഡ് ഇപ്പോൾ ഞങ്ങൾക്ക് സാധ്യമായിട്ടുള്ളത്. ആ റോഡിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വലിയ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം വാട്ടർ അതോറിറ്റിയുടെ വിവിധ സ്ഥലങ്ങളിൽ പൈപ്പിൽ വെള്ളം പൊട്ടി ആ റോഡ് ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം കൂടി വരുന്ന ഒരു നാടാണ് ഈ കൊണ്ടാഴി. അപ്പോൾ ഈ PWDയും അതേപോലെ വാട്ടർ അതോറിറ്റിയും അത് അധികാരപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം, എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. പ്രശ്നത്തിൽ പഞ്ചായത്ത് അധികൃതർ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. TCV ന്യൂസ്, തിരുവില്ലാമല. 8ാമത് TMD ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം നാളെ നടക്കും. തൃപ്രയാർ കിഴക്കേനട കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന ചടങ്ങ് റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് അധ്യക്ഷത വഹിക്കും. സൗജന്യ ബ്രോഡ്ബാൻഡ് പദ്ധതി CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യും. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിർവഹിക്കും. കൊടുങ്ങല്ലൂർ TKS പുരത്ത് പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിൽ പുതിയതായി സ്ഥാപിക്കുന്ന ഇൻസിനറേറ്ററിന്റെ നിർമ്മാണം നിർത്തിവെക്കാൻ ധാരണയായി. ഇൻസിനറേറ്റർ സ്ഥാപിക്കുന്നതിനെതിരെ വാർഡ് കൗൺസിലർ VM ജോണിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സമരം ആരംഭിച്ചിരുന്നു. തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നിർമ്മാണം നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. ഇൻസിനറേറ്റർ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ LC പോൾ, KS കൈബാബ്, വാർഡ് കൗൺസിലർ VM ജോണി, സമരസമിതി ഭാരവാഹികളായ ജോൺസൺ വാളൂർ, പവിൻ വർഗീസ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മതിലകം പഞ്ചായത്തിലെ 7ാം വാർഡിൽ പോളക്കുളത്തിനോട് ചേർന്ന് നിർമ്മിച്ച വയോജന പാർക്ക് നാടിനെ സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം ഫൗണ്ടേഷന്റെ CSR ഫണ്ടിൽ നിന്നും അനുവദിച്ച 2,40,000 രൂപ വിനിയോഗിച്ചാണ് പാർക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ജോർജ് മോറേലി, N. ജെസിലമോൾ, MK ജ്യോതിഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു തുടങ്ങിയവർ പങ്കെടുത്തു. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സ തുടരുന്ന പാഴിയോട്ടുമുറി കുന്നത്തുപുരയ്ക്കൽ സുനിലിനും കുടുംബത്തിനും നാടിന്റെ കൈത്താങ്ങ്. എരുമപ്പെട്ടി നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് ലോട്ടറി തട്ട് നൽകി ഉപജീവനത്തിന് വഴിയൊരുക്കിയത്. കടങ്ങോട് പഞ്ചായത്തിലെ 7ാം വാർഡിലെ താമസക്കാരനായ സുനിൽ വർഷങ്ങളോളമായി വൃക്കരോഗത്തിന് ചികിത്സയിലാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് നടത്തിയും ആഴ്ചയിൽ 2 തവണ രക്തം മാറ്റിയുമാണ് ജീവൻ നിലനിർത്തുന്നത്. ഇതിന് ആഴ്ചയിൽ 6,400 രൂപ ചിലവ് വരുന്നുണ്ട്. വൃക്ക മാറ്റിവെക്കാൻ 24 ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. നിർധന കുടുംബമായതിനാൽ മരുന്ന് വാങ്ങുന്നതിനും വീട്ടുചിലവിനും വലിയ പ്രയാസം നേരിടുകയാണ്. എൻ്റെ കിഡ്നി ഫെയിലിയറായിട്ട് ഞാൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാടിനും നാട്ടുകാർക്കും വന്ന കൂട്ടായ്മ വന്ന് ശ്രീകാന്തേട്ടനും ജോസേട്ടനും വന്നിട്ടാണ് അവർ ഈ സംരംഭം വന്നപ്പോൾ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എല്ലാവരും ഇതൊന്നും ഒരു ലോട്ടറി എടുത്ത് എന്നാലേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. എല്ലാവരും സഹകരിക്കണം. ഈ സാഹചര്യത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന എരുമപ്പെട്ടി നാടിനും നാട്ടുകാർക്കും എന്ന കൂട്ടായ്മ ഉപജീവനത്തിനായി ലോട്ടറി തട്ട് നൽകിയത്. കൂട്ടായ്മ കോർഡിനേറ്റർ ജോയ്സൺ പുലിക്കോട്ടിൽ ലോട്ടറി തട്ട് സുനിലിനെ കൈമാറി. ആളുടെ അവസ്ഥ ഭയങ്കര വിഷമമുള്ള ഒരു അവസ്ഥയായിരുന്നു. 2 ദിവസം മുമ്പ് ഡയാലിസിസ് ആണ്. പിന്നെ അത് ബ്ലഡ് ശുദ്ധീകരിക്കുന്ന ആഴ്ചയിൽ 1000 രൂപ വെച്ചിട്ട് 2 പ്രാവശ്യം ആഴ്ചയിൽ ബ്ലഡ് ശുദ്ധീകരിക്കും, അതും വേണം. അങ്ങനെ അത്രയും വിഷമമുള്ള ഒരു അവസ്ഥയാണ്. അപ്പോഴാണ് നമ്മൾ അവരുടെ വീട്ടിൽ പോയി ഇങ്ങനെ കാര്യങ്ങൾ കണ്ടപ്പോൾ ആൾക്കൊരു ലോട്ടറിയുടെ തട്ടിടാന്നുള്ളൊരു പരിപാടി ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഔട്ടുമുറിയിൽ ഇത് ഇട്ടിട്ടുള്ളത് ആളെ. അപ്പോൾ എല്ലാവരും ആളെന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആൾക്ക് കിഡ്നി മാറ്റിക്കാൻ ആളുണ്ട്, അതൊക്കെ ഉണ്ട്. അതിലിപ്പോൾ എല്ലാവരും കൂടി പിരിച്ചിട്ടൊക്കെ ഒരു 11 ലക്ഷം ആയിട്ടുണ്ട്. എല്ലാവരും ഇനി ഒന്നും കൂടി വിചാരിച്ചാൽ ആളെന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. സുനിലിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ സുനിലിന്റെയും ഭാര്യ രജിതയുടെയും പേരിലുള്ള ഈ അക്കൗണ്ട് നമ്പറിലോ ഗൂഗിൾ പേ നമ്പറുകളിലോ സഹായം അയക്കാവുന്നതാണ്. TCV എരുമപ്പെട്ടി. പ്രായത്തെ മറികടന്ന് അവർ അവതരിപ്പിച്ച നൃത്താവതരണം കാണികളുടെ മനം കവർന്നു.
50നും 70നും ഇടയ്ക്ക് പ്രായമുള്ള 20 കലാകാരികളാണ് നൃത്താധ്യാപിക ഡോക്ടർ ചന്ദ്രികയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ നടന്ന നൃത്തപരിപാടിയിൽ പങ്കെടുത്തത്. കലയോടുള്ള ആഭിമുഖ്യവും അധ്യാപികയുടെ പ്രോത്സാഹനവും പരിശീലനവുമാണ് പ്രായം മറന്നും നൃത്തം അവതരിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ഇവർ പറയുന്നു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂരിൽ കാൽനടയാത്രക്കാരായ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കിടയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി 2 വിദ്യാർത്ഥിനികൾക്ക് പരിക്കേറ്റു. പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനികളായ തമിഴ് ഷെൽവി, നന്ദകൃഷ്ണ എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേത്തല ഗൗരി ശങ്കർ ജംഗ്ഷന് സമീപം സോണൽ ഓഫീസിന് മുന്നിലായിരുന്നു അപകടം. സ്കൂൾ വിട്ട് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനികളുടെ ഇടയിലേക്ക് അമിത വേഗതയിൽ വന്ന മോട്ടോർ ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടമുണ്ടാക്കിയ യുവാവ് ബൈക്ക് നിർത്താതെ പോയി. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും അപകടകരമായ വിധത്തിൽ ബൈക്ക് സവാരി നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സ്കൂൾ PTA പ്രസിഡന്റും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KS കൈസാബ് ആവശ്യപ്പെട്ടു. ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ ലഹരിക്ക് മറുമരുന്നായി കായിക ലഹരി. ഫുട്ബോൾ, ഷട്ടിൽ, ക്യാരംസ് തുടങ്ങിയ കളികളാണ് ആദിവാസി വിദ്യാർത്ഥികൾക്കായി ഉന്നതിയിൽ ഒരുക്കിയിട്ടുള്ളത്. കാഡർ വിഭാഗക്കാർ താമസിക്കുന്ന ശാസ്താംപൂവം ഉന്നതിയിലെ മുതിർന്നവർക്കിടയിൽ ലഹരി ആസക്തി വർദ്ധിച്ചുവരുന്നത് കണക്കിലെടുത്താണ് യുവാക്കളിലും കുട്ടികളിലും കായിക ലഹരി വളർത്തിയെടുക്കാൻ സാമൂഹിക പ്രവർത്തകനായ ജോയ് കാവുങ്ങൽ മുൻകൈയെടുത്ത് വനസംരക്ഷണ സമിതിയുടെ സഹകരണത്തോടെ പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അവധി ദിവസങ്ങളിൽ കുട്ടികൾ വനത്തിൽ പോയി അലഞ്ഞുതിരിഞ്ഞു നടന്ന് അപകടങ്ങളിൽ പെടുന്നത് ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കും. ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിലും ഇവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അതിലൊക്കെ ഞാനൊരു ഭാഗമാവാനും പല കാര്യത്തിലും വരുന്ന ഒരു വിമർശനം അവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കാര്യമൊക്കെ കണ്ടുപിടിച്ച് കാര്യമുള്ളൂ. അതാണ് അവരുടേത്. കുറെ പേര് കണ്ടുപിടിക്കുന്നവരുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ അതില്ലാത്ത കുറെ പേരുണ്ട് നന്നായിട്ട് ജീവിക്കുന്ന, ഇതിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് മാതൃകപരമായിട്ട് ജീവിച്ച് ഡെപ്പോസിറ്റ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ലഹരി ഉപേക്ഷിക്കണം എന്ന് പറയാൻ എളുപ്പമാണ്. നൂറ്റാണ്ടുകളായിട്ട് അവരങ്ങനെയാണ്. അപ്പോൾ ലഹരി ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്കൊരു ബദലുണ്ടാക്കി കൊടുക്കണം. അപ്പം ഞാനിവിടെ വന്ന പിള്ളേരൊക്കെ ആയിട്ട് വന്നപ്പോൾ ഇവർക്ക് ഫുട്ബോളിനോടാണ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾക്ക് താല്പര്യം. ഫുട്ബോളിനോടാണ്. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോളിൽ നിന്ന് തുടങ്ങിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളെ നമുക്ക് ഫുട്ബോൾ, അത് ആ ലഹരി അവരിൽ എങ്ങനെ എത്തുന്നു നോക്കാം. കഴിഞ്ഞ വർഷം ഉന്നതിയിലെ 2 കുട്ടികൾക്ക് വനത്തിനുള്ളിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ രക്ഷിതാക്കൾക്കൊപ്പമുണ്ടായിരുന്ന 5 കുട്ടികളെ ഉൾക്കാട്ടിൽ വെച്ച് കാണാതായിരുന്നു. വനപാലകരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ 3-ാം ദിവസമാണ് കുട്ടികളെ കണ്ടെത്തി സുരക്ഷിതരായി ഉന്നതിയിൽ തിരിച്ചെത്തിച്ചത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടിയാണ് ഉന്നതിയിൽ കുട്ടികൾക്ക് കായിക വിനോദത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. സംസ്ഥാന വനവികസന ഏജൻസിയുടെ സഹായത്തോടുകൂടിയാണ് നമുക്കിങ്ങനെ നല്ല രീതിയിൽ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കാൻ സാധിച്ചത്. അത് നമുക്ക് വളരെയധികം ഗുണകരമായിട്ടുണ്ട്. കുട്ടികളൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ വന്ന് കളിക്കാൻ വരുന്നുണ്ട്. ലഹരി, മദ്യം അതിനൊക്കെ അടിമപ്പെട്ട ആൾക്കാരായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ടുണ്ട്. ബട്ട് കുട്ടികൾക്ക് ആ സ്വഭാവം ഉണ്ടാവാതിരിക്കാനും അവർക്ക് വേണ്ട മെച്ചപ്പെട്ട ഇങ്ങനൊരു സൗകര്യം നമ്മൾ വനവകുപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അവരെ നല്ലൊരു ടീം വാർത്തെടുത്ത് നമ്മൾ ജില്ലയ്ക്ക് പുറത്തും എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ചെയ്യും. വിവിധ സംഘടനകളുടെ സഹായത്തോടെ ആവശ്യമായ കളിയുപകരണങ്ങളും സമാഹരിച്ചു. മികച്ച ഫുട്ബോൾ കളിക്കാരെ ഉന്നതിയിലെത്തിച്ച് ആദിവാസി കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനം നൽകി. പെൺകുട്ടികൾക്കായി ഉന്നതിയിലെ അംഗനവാടി പരിസരത്ത് ഷട്ടിൽ കോർട്ട് ഒരുക്കി നൽകുകയും കമ്മ്യൂണിറ്റി ഹാളിൽ ക്യാരംസ് കളിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു. അടുത്ത ഏതാനും വർഷം കൊണ്ട് മികച്ച ഫുട്ബോൾ കളിക്കാരെ സംഭാവന ചെയ്യാൻ ശാസ്താംപൂവം ആദിവാസി ഉന്നതിക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് സാമൂഹിക പ്രവർത്തകനായ ജോയ് കാവുങ്ങൽ പങ്കുവയ്ക്കുന്നത്. ഒപ്പം ലഹരിക്കടിമപ്പെടാത്ത പുതിയ തലമുറ ഇവിടെ വളർന്നുവരുമെന്നും പ്രതീക്ഷയുണ്ട്. TCV ന്യൂസ്, കൊടകര. മാളയിലെ ജൂതപ്പള്ളിയുടെ മേൽക്കൂര തകർന്നു കിടക്കുന്നത്
ഭിത്തിയുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് ആശങ്ക. ഭിത്തിയിൽ ഭാഗികമായി പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് മൂടിയിട്ടുണ്ടെങ്കിലും മഴവെള്ളം ഇറങ്ങുന്ന നിലയിലാണ്. കെട്ടിടത്തിന്റെ മുകളിൽ കയറി അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് സുരക്ഷിതമല്ലാത്ത നിലയിലാണ്. മരം കൊണ്ടുള്ള തട്ട് മഴ നനഞ്ഞു കിടക്കുകയാണ്. മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ജീവനക്കാർ മാത്രമാണ് സ്ഥലത്തുള്ളത്. പള്ളിയുടെ അകത്തേക്കുള്ള പൊതുജനങ്ങളുടെ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. നിർമ്മാണത്തിനു ശേഷം വിവിധ ഘട്ടങ്ങളിൽ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട്. 1 വർഷം മുൻപ് 75 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുനരുദ്ധാരണം നടത്തിയത്. കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഫാം ഫെഡ് ചെയർമാൻ സി രാജേഷ് പിള്ളയെയും MD അഗിൻ ഫ്രാൻസിസിനെയും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. കിഴക്കേനടയിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ബ്രാഞ്ചിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. 1.5 മണിക്കൂർ നീണ്ടുനിന്ന തെളിവെടുപ്പിൽ സുപ്രധാന രേഖകളും സ്ഥാപനത്തിന്റെ വിവിധ സീലുകളും പോലീസ് കണ്ടെടുത്തു. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പ്രതികളെ തിങ്കളാഴ്ച ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. നിക്ഷേപ തട്ടിപ്പ് നടത്തിയതിനെ ഫാം ഫെഡിനെതിരെ 68 പരാതികളാണ് ടെമ്പിൾ പോലീസിൽ ലഭിച്ചിരിക്കുന്നത്. 19 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഇതുവരെയുള്ള പരാതി. ഗുരുവായൂർ ബ്രാഞ്ചിൽ മാത്രം 1000-ലധികം മെമ്പർമാരാണുള്ളത്. 20,000 രൂപ മുതൽ 3.5 കോടി വരെയാണ് മെമ്പർമാർ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഡയറക്ടർമാരായ രാജേഷ് പിള്ളയുടെ ഭാര്യ ധന്യ, അഗിൻ ഫ്രാൻസിസിന്റെ ഭാര്യ ഷിനി എന്നിവരെയും പ്രതി ചേർക്കുമെന്ന് ടെമ്പിൾ SHO G അജയ്കുമാർ പറഞ്ഞു. ഇവരുടെ മുൻകൂർ ജാമ്യ വ്യവസ്ഥ അവസാനിക്കുന്ന മുറയ്ക്ക് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തും. TCV ഗുരുവായൂർ. ദേശീയപാതയിലെ പുതുക്കാട് മേൽപ്പാലത്തിന്റെ മണ്ണ് പരിശോധന ആരംഭിച്ചു. 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന മേൽപ്പാലത്തിന് 570 കോടിയാണ് നിർമ്മാണ ചിലവ്. ഹരിയാന ആസ്ഥാനമായ കമ്പനിക്കാണ് കരാർ. അപകടങ്ങൾ പതിവായ പുതുക്കാട് സെന്ററിൽ മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. സിഗ്നൽ ജംഗ്ഷനിൽ പ്രതിദിനം 4000 പേർ ദേശീയപാത മുറിച്ചു കടക്കുന്നുവെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ കണക്ക്. സിഗ്നൽ വരുന്നതിന് മുൻപ് 2 വർഷത്തിനിടെ പുതുക്കാട് സെന്ററിൽ മാത്രം 26 അപകട മരണങ്ങളാണ് ഉണ്ടായത്. ആമ്പല്ലൂർ, കുറുമാലി, നന്ദിക്കര പ്രദേശങ്ങളും സ്ഥിരം അപകട മേഖലകളായിരുന്നു. തുടർന്ന് ദേശീയപാത അതോറിറ്റി പുതുക്കാട് സെന്ററിനെ ബ്ലാക്ക് സ്പോട്ടിൽ ഉൾപ്പെടുത്തി. അപകടങ്ങൾ പതിവായപ്പോഴാണ് നാട്ടുകാർ മേൽപ്പാലം എന്ന ആവശ്യവുമായി പ്രക്ഷോഭം ആരംഭിച്ചത്. ഒരു വിഭാഗം അടിപ്പാതയാണ് ആവശ്യമെന്ന് വാദിച്ചതോടെ തർക്കമായി. ഒടുവിൽ പ്രശ്നം കോടതിയിലെത്തി. പുതുക്കാട് സെന്ററിൽ സിഗ്നൽ സംവിധാനം മതിയെന്ന് പഞ്ചായത്ത് കോടതിയിൽ സത്യവാങ്മൂലം നൽകി. KSRTC സ്റ്റാൻഡിന് മുൻവശത്തു നിന്നാരംഭിച്ച് മുപ്ലിയം റോഡിന് സമീപം ഇറങ്ങുന്ന വിധമാണ് പുതിയ മേൽപ്പാലത്തിന്റെ രൂപരേഖ. TCV പുതുക്കാട്. ചോർന്നൊലിക്കുന്ന ഷെഡിൽ ദുരിതജീവിതം നയിക്കുകയാണ് വയോധികയായ സാവിത്രി. എളവള്ളി പഞ്ചായത്ത് 1-ാം വാർഡിൽ പോൾ മാസ്റ്റർ പടിക്ക് സമീപം താമസിക്കുന്ന 4 പുരയ്ക്കൽ സാവിത്രിയും കുടുംബവുമാണ് ദുരിതജീവിതം നയിക്കുന്നത്. മഴ പെയ്താൽ സാവിത്രിയുടെ വീടിനുള്ളിൽ വെള്ളം കയറും. കാറ്റൊന്ന് ശക്തമായാൽ കവുങ്ങിൻ പാളിയും തകര ഷീറ്റും ഉപയോഗിച്ച് 6 വർഷം മുൻപ് നിർമ്മിച്ച ഷെഡിന്റെ മേൽക്കൂരയിലെ ഷീറ്റും ഇളകും. ഷീറ്റ് തുരുമ്പെടുത്ത് നശിച്ചതോടെ മേൽക്കൂരയിൽ ടാർപോളിൻ ഉപയോഗിച്ചാണ് മഴവെള്ളം തടഞ്ഞു നിർത്തുന്നത്. വീടിന്റെ ചുമരുകളും കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണ്. ഇഴജന്തുക്കളുടെ ശല്യവും ഉള്ളതായി സാവിത്രി പറയുന്നു. പണി ചെയ്യാൻ വയ്യ. കൂലിപ്പണിക്കാരനായ മകന്റെ സംരക്ഷണയിലാണ് സാവിത്രി കഴിഞ്ഞിരുന്നത്. എന്നാൽ 1 വർഷം മുൻപുണ്ടായ ബൈക്ക് അപകടത്തിൽ കാലിന് പരിക്ക് പറ്റിയതിനാൽ മകന് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. വീടിന്റെ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് സാവിത്രിയും കുടുംബവും മുട്ടാത്ത വാതിലുകളില്ല. വാർഡ് മെമ്പറോടും പഞ്ചായത്ത് അധികാരികളോടും ദയനീയാവസ്ഥ ബോധിപ്പിച്ചെങ്കിലും പരിഹാരമായില്ല. തന്റെ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് 76-കാരിയായ സാവിത്രി. TCV പാവർട്ടി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ച കേസിലെ പ്രതികളെ വെറുതെ വിട്ടു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിയമവിരുദ്ധമായും അന്യായമായും HDS ജീവനക്കാരനെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ തടഞ്ഞുവെച്ച കേസിൽ പ്രതികളായ HDS എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് CV കുര്യാക്കോസ്, വർക്കിംഗ് പ്രസിഡന്റ് PS ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് A നസീബ് അബ്ദുൾ റസാഖ് വെറുതെ വിട്ടത്. 2017-ൽ ഡോക്ടർ ബിജു കൃഷ്ണൻ സൂപ്രണ്ടായിരുന്ന സമയത്തായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് EK മഹേഷ് കോടതിയിൽ ഹാജരായി. നെല്ലിക്കുന്ന് പള്ളിക്ക് എതിർവശം BSNL സ്ഥാപിച്ചിരുന്ന ജനറേറ്ററിനുള്ളിൽ തീ പിടിച്ചു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീ പൂർണ്ണമായും അണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ VV ജിമോദ്, B ദിനേശ്, യദു, ആദർശ്, സുധീഷ് എന്നിവർ ചേർന്നാണ് തീ അണച്ചത്.
യാത്രിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ലളിതകലാ അക്കാദമിയിൽ സംഘടിപ്പിച്ച ത്രിദിന ഫോട്ടോ പ്രദർശനം യാത്രികം ശ്രദ്ധേയമാക്കുന്നു. യാത്രകളിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളും ചാരുതയും അപൂർവതയുമാർന്ന ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ ക്യാമറയിൽ ഒപ്പിയെടുത്ത മിഴിവും മികവുമേറിയ 300ഓളം ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത്. സഞ്ചാരപ്രിയരുടെ കൂട്ടായ്മയായ യാത്ര സംഘടിപ്പിച്ച മൊബൈൽ ഫോണിലെടുത്ത യാത്രാ ഫോട്ടോ മത്സരത്തിലെ തിരഞ്ഞെടുത്ത 163 പേരുടെ ഫോട്ടോകളാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനത്തിലുള്ളത്. ഒരു യാത്രികരുടെ കൂട്ടായ്മ, ഇതൊരു ട്രാവൽസോ ഒന്നുമല്ല. വളരെ കുറഞ്ഞ നിരക്കിൽ 3 ആംഗിളിൽ നമ്മൾ യാത്ര ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കേരളം സുന്ദര കേരളം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൻ്റെ പല പദ്ധതിയും പല ജില്ലകളും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ ആദ്യത്തെ വർഷം നമ്മൾ ചെയ്തു. വിശ്രമ ജീവിതം തുടങ്ങേണ്ട നാളുകൾ യാത്രകൾക്കായി മാറ്റിവെച്ച് മാനസികോല്ലാസം കണ്ടെത്തുന്ന ഒരു സംഘം ആളുകളുടേതായ യാത്രാ കൂട്ടായ്മയിൽ 2000 പേർ അംഗങ്ങളായുണ്ട്. 2022 ഒത്തൊരുമിച്ചുള്ള ആദ്യ യാത്ര. തുടർന്ന് ഇന്ത്യക്കകത്തും പുറത്തുമായി 37 യാത്രകൾ. ഓരോ യാത്രയും ഓരോ അനുഭവമായിരുന്നു. യാത്രയിൽ സഹയാത്രികർ തന്നെയാണ് ഇവരുടെ കുടുംബം. സ്ത്രീകൾക്ക് ഭൂരിപക്ഷമുള്ള ഈ യാത്രാ കൂട്ടായ്മയിൽ കൂടുതൽ പേരും തൃശ്ശൂർ സ്വദേശികളാണ്. 13ാമത്തെ യാത്ര മുതലാണ് ഞാൻ ഈ യാത്രയിൽ ജോയിൻ ചെയ്തത്. ഇപ്പോൾ ഏകദേശം 23ഓളം യാത്രകൾ ഞാൻ ഈ യാത്രയോടൊപ്പം പിന്നിട്ടു. ഈ ഓരോ യാത്രയിലും ഓരോ ആളുകളും അനുഭവിക്കുന്ന ആ സൗഹൃദത്തിൻ്റെ മനോഹാരിതയും കൂട്ടുകുടുംബത്തിൻ്റെ പോലെയുള്ള ഒരു ശക്തിയും ആ ബലവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ ഈ ഫോട്ടോ പ്രദർശനവും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നാം കാണുന്നത്. ഫോട്ടോ പ്രദർശനം നല്ലൊരു വിജയമായിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഏകദേശം 300ഓളം ഫോട്ടോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോ നാടിൻ്റെയും പാരമ്പര്യവും പ്രകൃതി ഭംഗിയും സംസ്കാരവും വിളിച്ചോതുന്ന ചിത്രങ്ങൾ പ്രദർശനത്തിന് മനോഹാരിത പകരുന്നു. ഫോട്ടോ പ്രദർശനത്തോടൊപ്പം യാത്രികരുടെ സംഗമവും കലാമേളയും ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. TCV തൃശൂർ. ഈ വിദ്യാലയത്തിന്റെ കളിമുറ്റത്ത് ഉയർന്നിരുന്ന കളിയും ചിരിയും ഇനി ഓർമ്മകൾ മാത്രം. ഇവിടെ ഇപ്പോൾ ഒരൊറ്റ വിദ്യാർത്ഥി പോലുമില്ല. ഒരാളെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ച് ഒരു അധ്യാപിക അവിടെ വഴിക്കണ്ണും നട്ട് കാത്തിരിക്കുന്നു. പെരുമ്പിലാവ് അറയ്ക്കൽ MUM LP സ്കൂളിന്റെ ഇന്നത്തെ സ്ഥിതിയാണ് ഇത്. പ്രഗത്ഭരായ ഒട്ടേറെ വിദ്യാർത്ഥികൾ ഹരിശ്രീ കുറിച്ച ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ ഒരു കുട്ടി പോലും പഠിക്കാനെത്തുന്നില്ല. കഴിഞ്ഞ വർഷം 7 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. സ്കൂളിന് ഈ വർഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് എല്ലാവരും TC വാങ്ങി മറ്റ് സ്കൂളുകളിലേക്ക് മാറി. അധ്യാപക ബാങ്കിൽ നിന്ന് നിയമിച്ച ഒരു അധ്യാപിക പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം മുതൽ സ്കൂളിൽ എത്തുന്നുണ്ട്. കുട്ടികളില്ലാത്ത സ്ഥിതിക്ക് ഇവരും താമസിയാതെ മാറും. അതിനുള്ള ഉത്തരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കടവല്ലൂർ പഞ്ചായത്തിലെ ആദ്യ വിദ്യാലയമാണ് MUM സ്കൂൾ. മണക്കലാത്ത് മുഹമ്മദ് ഹാജിയാണ് 120 വർഷത്തോളം മുൻപ് സ്കൂൾ തുടങ്ങിയത്. തലമുറകൾ കൈമാറി വന്ന സ്കൂളിന്റെ നടത്തിപ്പ് പിന്നീട് താളം തെറ്റി. സ്കൂളിന്റെ പുതിയ തലമുറയിലെ അവകാശികൾ വിദേശത്തായിരുന്നു. തൊട്ടടുത്ത സർക്കാർ സ്കൂളുകൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു തുടങ്ങിയതോടെ കുട്ടികൾ സ്ഥലം വിട്ടു തുടങ്ങി. അതോടെ ഡിവിഷനുകൾ കുറഞ്ഞു. സ്കൂൾ നവീകരണത്തിന് ലക്ഷങ്ങൾ ചെലവ് വരുമെന്ന സ്ഥിതിയായതോടെ ഉടമകൾക്കും മനം മടുത്തു. ഫിറ്റ്നസ് പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥർ വലിയ തുക ചെലവ് വരുന്ന നവീകരണമാണ് നിർദ്ദേശിച്ചിരുന്നത്. നാട്ടുകാരായ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് അറയ്ക്കൽ സാംസ്കാരിക കൂട്ടായ്മ എന്ന സംഘടന രൂപീകരിച്ച് സ്കൂൾ പുനരുദ്ധരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഫലം കണ്ടില്ല. കടവല്ലൂർ പഞ്ചായത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ സ്കൂൾ ഇപ്പോൾ അടച്ചുപൂട്ടലിന്റെ വഴിയിലാണ്. TCB കുന്നംകുളം. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 9320 രൂപ, പവന് 74,560 രൂപ, വെള്ളി ഗ്രാമിന് 115 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4312 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിലെ ബർഗർ ഷോപ്പിലെ അടുക്കളയിൽ തീപിടിച്ചു. അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന എണ്ണയ്ക്കാണ് തീപിടിച്ചത്. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. തൃശൂരിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. കണ്ണൂരും കാസർഗോഡും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കെനിയ ബസ് അപകടത്തിൽ മരിച്ച പ്രവാസികളായ 5 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കൊച്ചിയിലെത്തിക്കും. മരിച്ച ജസ്നയുടെയും മകൾ റൂഹി മെഹറിന്റെയും മൃതദേഹം വെങ്കിടങ്ങിലുള്ള ഭർത്തൃവീട്ടിലെത്തിച്ച ശേഷം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകും.
കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ഗായത്രി പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്നതിനെ അടുത്താണ് കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിന്റെ നിർമ്മാണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.